നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനേറ്റേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-ലേക്ക് ഏറ്റവും കൂടുതൽ പേര് വന്ന വർഷമാണ്. സ്കിൽഡ് വർക്കർ വിസയിലും അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലും വന്നവർ. അതിൽ തന്നെ ഒരുപാട് മലയാളികളാണ് UK-ലേക്ക് വന്നത്. അങ്ങനെ UK-ലേക്ക് ഈ മലയാളികളൊക്കെ വന്നപ്പോൾ തന്നെ UK-യിൽ ഇപ്പോൾ ഒരുപാട് ഫേസ്ബുക്ക് കൂട്ടായ്മകളും വാട്സപ്പ് കൂട്ടായ്മകളും അതുപോലെ തന്നെ ടെലഗ്രാം കൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പുകൾ വഴിയൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയങ്ങൾ ചോദിക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ വന്ന ഒരു മെസ്സേജ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ഞാനൊന്ന് വായിക്കാം. അത് അനോണിമസ് ആയിട്ടാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഞാൻ ഒരു മെസ്സേജ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കാർ ഓവർ സ്പീഡിൽ ക്യാമറ അടിച്ചെന്ന് പറഞ്ഞു. മാത്രമല്ല എനിക്ക് ലൈസൻസും ഇൻഷുറൻസും ഇല്ലായിരുന്നു. എന്തായിരിക്കും അതിനുള്ള പെനാൽറ്റി എന്ന് ചോദിച്ചായിരുന്നു എന്റെ മെസ്സേജ്. ബട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത കുറെ ആളുകൾ അതിൽ എനിക്ക് റിപ്ലൈ തന്നു. എന്നെ പേടിപ്പിച്ചു. 5000 പൗണ്ട് ഫൈൻ വരും, 6 പോയിന്റ് വരും, ലൈസൻസ് ഇനി കിട്ടില്ല, കോർട്ടിൽ പോകണം, ജയിലിൽ പോകണം എന്നൊക്കെയായിരുന്നു കമന്റ്. മലയാളിയുടെ തനി സ്വഭാവം കാണിച്ചു. ഒരുത്തനെ കിട്ടിയപ്പോൾ അവനെ അങ്ങ് വലിച്ചു കീറി. ഒരാൾ മാത്രം DM-ൽ വന്ന് കറക്റ്റ് കാര്യം പറഞ്ഞു തന്നു. ബട്ട് ഇന്ന് എനിക്ക് അതിന്റെ റിസൾട്ട് വന്നു. പോസ്റ്റിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 100 പൗണ്ട് പെനാൽറ്റിയും 3 പോയിന്റും. എന്റെ ഓപ്ഷൻ ഏതാണ് എന്ന് വേണമെന്നുള്ളതാണ്. സോ ഇനിയെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കമന്റ് ചെയ്യാതിരിക്കുക. മലയാളിക്ക് ഭാരയാകാതെ പോകുക. ഓക്കെ, ഒരുത്തനെ ഇല്ലാതാക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തൂ മലയാളീസ്. നിങ്ങൾക്ക് ഈ മെസ്സേജ് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? കാരണം ഈ കക്ഷി നേരത്തെ ഈ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടിരുന്നു. അതായത് ഓവർ സ്പീഡിൽ ക്യാമറ അടിച്ചു. അന്നേരം കക്ഷിക്ക് ലൈസൻസും ഇല്ല, ഇൻഷുറൻസും ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചിരുന്നാണ് കക്ഷി പറയുന്നത്. അങ്ങനെ ഓടിച്ചപ്പോൾ സ്പീഡിങ്ങിന് ടിക്കറ്റ് ഫൈൻ കിട്ടി. കക്ഷിയുടെ അന്നത്തെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അന്നേരം അതിന് താഴെ ഒരുപാട് പേര് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് DVLയുടെ പേജ് തന്നെ, അല്ലെങ്കിൽ അതിന് ഗവൺമെന്റ് വെബ്സൈറ്റിന്റെ പേജ് തന്നെ അതിനകത്ത് കോപ്പി ചെയ്ത് അതിന്റെ ശിക്ഷ വിധിയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്ത് ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അന്ന് കുറച്ചു പേരൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. UK-യിൽ നിങ്ങൾ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും എവിടെയുള്ളപ്പോഴും നിങ്ങൾ എല്ലാവരും പറഞ്ഞു തരുന്നത് ജെന്യുവൻ ആണെന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും അവരുടേതായ പരിമിതിയുമുണ്ട്. എല്ലാം അറിയാവുന്ന ആരുമില്ല. അതായത് നിങ്ങൾ UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി ഇതൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ ഒക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. പക്ഷെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുന്ന, നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആ മെസ്സേജ് എടുത്ത സമയം മതി നിങ്ങൾക്ക് UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഒന്ന് റെഫർ ചെയ്യുന്നതിന് വേണ്ടി. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലൈസൻസും ഇല്ല, ഇൻഷുറൻസും ഇല്ലാതെ UK-യിൽ വണ്ടി ഓടിക്കുന്ന കക്ഷിയാണ് ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അതായത് ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചവരെ കക്ഷി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് UK-യിലെ റോഡുകളിൽ കൂടെ ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ തെറ്റ് എന്താണ് ഉള്ളത്? ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് സ്പീഡിംഗ് ടിക്കറ്റേ കിട്ടിയുള്ളായിരുന്നു. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഈ ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ UK-യിലൂടെ വണ്ടി ഓടിച്ചിട്ട് അതിന് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നെങ്കിൽ ഇദ്ദേഹം എവിടെ പോയേനെ? ജയിലിൽ തന്നെ പോയേനെ. ഇപ്പോൾ കക്ഷിക്ക് പറഞ്ഞിരിക്കുന്നത്, കക്ഷിക്ക് ലെറ്റർ വന്നു, 100 പൗണ്ടും അതിന്റെ 3 പോയിന്റ് ഫൈനും ആണ് ഉള്ളതെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ അതൊഴിവ്. ഇത് ആ സ്പീഡ് ടിക്കറ്റിന്റെ മാത്രമാണ്. ഇനിയിപ്പോ ഇതിന്റെ പുറകെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അന്നേരം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, വളരെ സന്തോഷം കക്ഷിക്ക് 100 പൗണ്ടും 3 പോയിന്റും ഇതുവരെ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾക്ക് ഉപദേശം തന്നവരെല്ലാവരും അന്ന് പറഞ്ഞ ഒരു കാര്യം, ഇൻഷുറൻസും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിക്കരുതെന്ന് തന്നെയാണ് അന്ന് പറഞ്ഞത്. അന്നേരം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കൊടുക്കരുത്. ഇത് മറ്റുള്ളവരും ഇതേ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജായിട്ടാണ് കരുതുന്നത്. കാരണം താങ്കൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ ഓടിച്ച് ഏതോ ദൈവഭാഗ്യത്തിന് ഇതുവരെ ആക്സിഡന്റോ മറ്റൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ നാട്ടിലെ നിയമമാണെന്ന് വിചാരിക്കരുത്. UK-യിൽ ഇപ്പോഴും കേരളത്തിലാണ് വണ്ടി ഓടിക്കുന്നത് വിചാരിക്കരുത്. പിന്നെ ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് അത്ര കേമമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും താങ്കൾ ആ മെസ്സേജ് ഇടുമ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, UK-യിലെ നിയമങ്ങൾ ശക്തമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷ അതിന് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അന്നേരം ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ലൈസൻസിലേക്ക് കഴിയുന്നതും ഓടിക്കാതിരിക്കുക. ഇൻഷുറൻസും ലൈസൻസും ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുക. ഇന്ത്യൻ ലൈസൻസ് നിങ്ങളുടെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് വണ്ടി ഓടിക്കാതിരിക്കുക. അത് വെച്ച് വണ്ടി ഓടിച്ച് നിങ്ങൾ ഇൻഷുറൻസിന് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഇൻഷുറൻസും വാലിഡ് അല്ലാതെ വരും. കാരണം നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസും വാലിഡ് അല്ല. അന്നേരം നമുക്ക് അത് രണ്ടും ഒരുമിച്ചുള്ള ശിക്ഷയായിട്ട് വരും. അന്നേരം ഇതിനുള്ള ഫൈൻ നോർമലി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആഴ്ചയിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ ആവറേജ് അനുസരിച്ചാണ്. എല്ലാവർക്കും ഒരേ ഫൈൻ അല്ല വരുന്നത്. നമ്മൾക്ക് കിട്ടുന്ന സാലറി അനുസരിച്ചാണ്. ചിലവർ പറയും, എനിക്ക് ആകെ 100 പൗണ്ടേ ഫൈൻ കിട്ടിയുള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം നിങ്ങളുടെ സാലറി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ ഫൈൻ കിട്ടുന്നു. കൂടുതൽ സാലറി ഉള്ളവർക്ക് കൂടുതൽ ഫൈനാണ് വരുന്നത്.
ഫസ്റ്റ് നമുക്കിപ്പോൾ ഫസ്റ്റ് ടിക്കറ്റ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ, ഫസ്റ്റ് 3 പോയിന്റ്സിന്റെ മിനിമം സ്പീഡിന്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പോയിന്റ് വരാതെ നിർത്താൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് ഫസ്റ്റ് ചാൻസിന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ സ്പീഡിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പരിഗണന ഒന്നും ലഭിക്കുകയില്ല. പിന്നെ നമ്മളുടെ സ്പീഡിന്റെ അനുസരിച്ചാണ്, നമ്മളിപ്പോൾ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനും 3 പോയിന്റ്. അതല്ല നമ്മുടെ സ്പീഡ് ക്രമാതീതമായിട്ട് കൂടുതലാണെങ്കിൽ നമ്മൾ കോർട്ടിൽ പോയേ പറ്റിക്കുകയുള്ളൂ. ലൈസൻസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും വണ്ടി ഓടിക്കുന്നതിനുള്ള ശിക്ഷ 6 പോയിന്റ്സ് തന്നെയാണ്. അതിന്റെ കൂടെ അപ്പോൾ ഫൈൻ എത്ര രൂപ വേണേലും വരാം. അത് നമ്മുടെ സാലറിയുടെ അനുസരിച്ചാണ് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലയാളിയുടെ തനി സ്വഭാവം കാണിച്ചു, ഒരുത്തനെ കിട്ടിയപ്പോൾ അവനെ അങ്ങ് വലിച്ചു കീറി. ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾ ഇത് മറ്റുള്ളവരെ പറയുമ്പോൾ താങ്കൾ ചെയ്ത തെറ്റ് താങ്കൾ ഇപ്പോഴും അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് താങ്കൾക്ക് ലൈസൻസ് ഇല്ലാത്ത കാര്യവും ഇൻഷുറൻസ് ഇല്ലാത്ത കാര്യവും മറ്റുള്ളവർക്ക് പറയാതിരിക്കുക. കാരണം ആരെങ്കിലും ഒരാൾ DVLയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഉറപ്പാണ് താങ്കളുടെ ലൈസൻസും പോകും. ഇനി ലൈസൻസ് എടുക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും ഇവിടെ കിടന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാതെ രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം താങ്കൾ തെറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ അത് അറിയിക്കാതിരിക്കും. അതിന് ഒരുപാട് പേര് മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വണ്ടി ഓടിച്ച് ഓവർ സ്പീഡിന് പെനാൽറ്റി അടിച്ച അനോണിമസ് മെമ്പറിനെ UK മലയാളി ഡ്രൈവർമാരുടെ മധ്യസ്ഥനാക്കി പ്രഖ്യാപിക്കണമോ? പറച്ചിൽ കേട്ടാൽ തോന്നും ഈ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്തതെന്ന്. വികടതരം കാട്ടിയിട്ട് സ്വയം ന്യായീകരണം. ഇവിടെ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. നാട്ടിലെ കാളകളി ഇവിടെ ഭൂഷണമല്ല. ആളുകൾ ജീവിക്കാൻ വേണ്ടി വരുമ്പോൾ അതിന് സഹായമാകുന്ന ഒന്നാണ് ഇവിടെ വണ്ടിയും സൗകര്യം. നാട്ടിലെ തോന്നിയവാസം കാട്ടി മറ്റുള്ളവർക്കും വിനയാകില്ലേ? അത് വേറൊരു മെസ്സേജ് പറഞ്ഞത്, താങ്കൾ മലയാളി ആയതുകൊണ്ടല്ലേ ലൈസൻസ് ആൻഡ് ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓവർ സ്പീഡിൽ ഓടിച്ചത്. ആദ്യം താങ്കൾ അതൊക്കെ നിർത്തി നന്നായി നിയമം നോക്കി ഓടിക്കൂ സുഹൃത്തുക്കെ. ടിപ്പിക്കൽ മലയാളി സ്വഭാവമാണ് താങ്കളും കാണിക്കുന്നത്. മറ്റൊരെണ്ണം ഒരു തമാശ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്രോ ധൈര്യമായി വണ്ടി ഓടിക്കൂ ബ്രോ, മലയാളി പുള്ളന്മാരോട് പോകാൻ ബ്രോ ധൈര്യമായി വണ്ടി ഓടിക്കും, മലയാളി പുള്ളന്മാരോട് പോകാൻ പറ. ഇൻഷുറൻസ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും വണ്ടി ഓടിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? തമാശ രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. NB, നിങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ട് നിങ്ങളെ അവർ സഹായിച്ചതാണ്. ഇനിയും ചെയ്താൽ താങ്കൾ മിക്കവാറും അകത്താകും. ഇവിടുത്തെ നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നാട്ടിലെ പോലെ വഴിയിൽ നിന്ന് പിരിക്കാൻ വേണ്ടിയുള്ളതല്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈസൻസ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരോട് ആരോടും പറയാതിരിക്കുക. UK-യിലായാലും നാട്ടിലായാലും പറയാതിരിക്കുക. പ്രത്യേകിച്ച് UK-യിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാതിരിക്കുക. കാരണം UK-യിൽ ഏറ്റവും കൂടുതൽ പാര മലയാളികൾക്ക് വെക്കുന്നത് മലയാളികൾ തന്നെയാണ്. നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഇവിടുത്തെ പോലീസിനെയും DVLയൊക്കെ വിളിച്ചറിയിക്കാൻ ഒരുപാട് മലയാളികളുണ്ട്. കാരണം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. നിങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാതിരിക്കും. ഇപ്പോൾ UK-യിലെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷ കിട്ടുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മലയാളികൾ ഒരുപാട് പേരാണ്. പ്രത്യേകിച്ച് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ബാൻ കിട്ടുന്നവർ, 2 വർഷമൊക്കെ ബാൻ കിട്ടിയവർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ പോയവരും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു കാണുമല്ലോ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ദിവസം ഒരു പ്രായമുള്ള 71 വയസ്സുള്ള ഒരാളെ വണ്ടി ഇടിച്ച് മരണപ്പെട്ടു. അങ്ങനെ നമ്മുടെ മലയാളിയായ ഒരു പയ്യൻ 26 വയസ്സുള്ള ഒരു പയ്യനാണ് ജയിലിൽ പോയത്. 1 വർഷത്തേക്കാണ് ജയിലിൽ പോയിരിക്കുന്നത്. ഈ 1 വർഷം കഴിഞ്ഞ് ഇനി ഇവിടെ ഒരു വിസ കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം തിരിച്ചു പോകേണ്ടി വരും. അത്തരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കക്ഷിയുടെ ഈ മെസ്സേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അതൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.